കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് വിഴിഞ്ഞം പദ്ധതി ബജറ്റ് പ്രസംഗത്തിന്റെ കവർ പേജാക്കി ധനമന്ത്രിയുടെ മറുപടി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ആവർത്തിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുമായിരുന്നു ബജറ്റ് പ്രസംഗം. കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന പരോക്ഷ സൂചന ധനമന്ത്രി നൽകി. വിഴിഞ്ഞം പദ്ധതിയിലൂടെ കേരളത്തിന്റെ അതിജീവനം, ഒപ്പം വയനാടിനെ സൂചിപ്പിക്കുന്ന മലനിരകൾ. ഇതാണ് ബജറ്റിന്റെ കവർ പേജ്. കേന്ദ്ര അവഗണനയ്ക്ക് കവർ പേജിലൂടെ മറുപടി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നിലപാടുകളാണെന്ന് ആമുഖത്തിൽ പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് ആരംഭിച്ചത്. പക്ഷേ പ്രതിസന്ധി രൂക്ഷമല്ല, അതിജീവനത്തിലാണ് കേരളം. സർ, സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിൻ്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ധനഞ്ഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് ആദ്യഘട്ടത്തിൽ 750 കോടി രൂപ, പാക്കേജിനധികമായി 85 കോടി. കിഫ്ബി റോഡുകൾക്കും പാലങ്ങൾക്കും ടോൾ വരുമെന്ന് സൂചന നൽകി റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കി മാറ്റുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. കിഫ്ബി രൂപീകരിച്ച വേളയിൽ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് വിലയിരുത്തിയിരുന്നു. കിഫ്ബിയുടെ പ്രവർത്തന മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം തുക കടമെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ കൂടുതൽ ഏറ്റെടുക്കുന്നതിനും കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ പരിശ്രമങ്ങളും പഠനങ്ങളും സർക്കാർ നടത്തും. ജലസേചന, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരസംരക്ഷണം എന്നിവയ്ക്കായി 610 കോടി രൂപ. വന്യജീവി ആക്രമണം തടയാൻ 75 കോടി രൂപയും വകയിരുത്തി. ഭക്ഷ്യവകുപ്പിന് വിപണി ഇടപെടലിന് തുക വകയിരുത്താത്തത് ഇത്തവണ പരിഹരിച്ചു. 2063 കോടി രൂപ വിപണി ഇടപെടലിന് അനുവദിച്ചു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് 1000 കോടി രൂപയും നൽകി. പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുകൊണ്ടാണ് KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. പനാമ കനാൽ എൻ്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഞങ്ങളിങ്ങെടുക്കുകയാണെന്നും ഗാസാമുനമ്പിലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു. സർ, ലോകമാകെ ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും യുദ്ധവെറിയുടെയും അന്തരീക്ഷം സംജാതമാകുന്നു. ഇത് കൊളോണിയൽ കാലത്തോ മഹായുദ്ധകാലങ്ങളിലോ മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിക്കുകയാണോ എന്ന ഭയം പലർക്കുമുണ്ട്. 24 തിരുവനന്തപുരം.